ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 51. മജിസ്ട്രേറ്റിൻ്റെ മുൻപിലിരിക്കുവാൻ കുഞ്ഞിപ്പെണ്ണ് ഒരുപാട് ഭയന്നുവെങ്കിലും തൻ്റെ മഹർഷിയുടെ മടിയിലാണ് താനിരിക്കുന്നതെന്നുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ സുധിയുടെ കാര്യങ്ങൾ ചോദ്യം വന്നതും പേടി കൊണ്ട് അവൾ വിതുമ്പി കരയാനായി തുടങ്ങി. എങ്കിലും ആദിയുടെ സമാധാനിപ്പിക്കലും തലോടലിലും അവൾ അടങ്ങി. മോൾ ഈ അങ്കിളിനോട് എല്ലാം തുറന്നു പറഞ്ഞല്ലേ? മോളുടെ അച്ഛനെ അങ്കിൾ ജയിലിൽ പിടിച്ചിടാൻ പറ്റുള്ളൂ. പേടിക്കാതെ എല്ലാം പറഞ്ഞു. മർഷി കൂടെ ഉണ്ട് കേട്ടോ. ആദ്യ ധൈര്യം പേർന്നു. പേടിയോടെയാണെങ്കിലും പിന്നീട് മജിസ്ട്രേറ്റിൻ്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നായി അവൾ മെല്ലെ മറുപടി പറയാനായി തുടങ്ങി. എങ്കിലും ഇടയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ആദിയുടെ നെഞ്ചിൽ മുഖമിട്ടുരുട്ടി കണ്ണുനീര് വാർത്തു പെണ്ണവൾ. എൻ്റെ തത്തമ്മ നല്ല കുട്ടിയാ, സ്ട്രോങ് വാവയാ, കരയില്ലേ എൻ്റെ പൊന്ന്. ഓരോ പ്രാവശ്യം അവൾ ഏങ്ങലടിക്കുമ്പോഴും മഹർഷി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഇതിനെല്ലാം സാക്ഷിയായി അവർക്കരികിലിരുന്ന ദേവികയുടെ നെഞ്ച് പൊള്ളിപ്പിടയുന്നുണ്ടായിരുന്നു. എങ്കിലും അവളത് ഉള്ളിൽ പൊതിഞ്ഞു പിടിച്ചതല്ലാതെ തെല്ലും പുറത്തേക്ക് കാട്ടിയില്ല. മൊഴിയെടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞ് 3 മണിയോടടുത്തിരുന്നു. വിനയ്, ഞങ്ങളിനി പോവാ. ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നു. പാർക്കിങ്ങിൽ കിടക്കുന്ന കാറിനടുത്തേക്ക് നടക്കുമ്പോൾ കൂടെ നിന്ന വക്കീലിനോട് ആദി തൻ്റെ മനസ്സിലുള്ളത് ചോദിച്ചു. ഉറപ്പായിട്ടും സർ. ആദിയുടെ മുഖത്തേക്ക് നോക്കി വിനയ് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു. ഇടയ്ക്ക് അരികിലായി നിന്നിരുന്ന ദേവികയെ നോക്കി പുഞ്ചിരി നൽകുവാനും അയാൾ മറന്നില്ല. എങ്കിൽ ശരി, കാണാം. ഇടത്തെ കൈയിൽ കുഞ്ഞിനെ ഒതുക്കി പിടിച്ചിട്ട് ആദി അവന് ഹസ്തദാനം നൽകി. റൈറ്റ്. വിനയ് ഒന്ന് പുഞ്ചിരി നൽകിയതിന് ശേഷം തിരിഞ്ഞു നടന്നു. ദേവിക. ഉറക്കം തൂങ്ങി തൻ്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ഇരു കൈകളിലും താങ്ങിയെടുത്തുകൊണ്ട് അടുത്ത് നിൽക്കുന്നവളെ അവൻ വിളിച്ചു. സർ. വിളി കേട്ടതും പെണ്ണവൻ്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. മോളുറങ്ങി, എടുക്ക്. കുഞ്ഞിപ്പെണ്ണിനെ വളരെ ശ്രദ്ധയോടെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവൻ ദേവിക അവളെ വാങ്ങി മെല്ലെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. എങ്കിലും ഇടയ്ക്കും ഉറക്കം മുറിഞ്ഞതിൻ്റെ അലോസരത്തിലാവാം തത്തയൊന്ന് ചിണുങ്ങിയത്. മോളെയും കൊണ്ട് മുന്നിൽ കയറിയാൽ മതി. കണ്ണു തുറക്കാതെ തന്നെ നോക്കി വിതുമ്പിക്കരയുന്ന കുരുന്നിൻ്റെ പുറത്തൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ ദേവികയ്ക്കായി തുറന്നു വെച്ചു കൊടുത്തവൻ അവൾക്ക് കയറുവാനായി. അത് ഞാൻ പിന്നെ ആദിയുടെ ആ പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്നതിനാലാവാം അവളൊന്ന് അന്തിച്ചു നിന്നു പോയത്. കുഞ്ഞെണീറ്റ കരയും. നീ ആദ്യം കയറാൻ നോക്ക് ദേവിക. ശബ്ദം ഒന്നിത്തിരി ഗൗരവത്തിലാക്കിയതും ദേവിക പിന്നീടൊന്നും ആദിയോട് എതിർത്ത് സംസാരിക്കുവാൻ തുനിഞ്ഞില്ല. നേരെ വണ്ടിയിലേക്ക് കയറിയിരുന്നു കൊടുത്തു. അവളുടെ സീറ്റിൻ്റെ ഭാഗത്തെ ഡോർ പുറത്തുനിന്നും അടച്ചതിന് ശേഷം ചെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ ആദിയിൽ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു. അരികിലായി തൻ്റെ പെണ്ണും തൻ്റെ പ്രാണനും. ഒരു കള്ളപ്പുഞ്ചിരിയോടെ അവൻ വണ്ടി മുന്നിലേക്കെടുത്തു. ഊണ് കഴിക്കണ്ടേ? ഏകദേശം 1.25 മണിക്കൂറോളം കാർ ഓടിയതും അടുത്തിരിക്കുന്നവളെ തല ചെരിച്ചു പിടിച്ചു നോക്കി ആദി. ആ. രാവിലത്തെ പ്രാതൽ ശരിക്ക് കഴിക്കാത്തത് കാരണം ദേവികയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നപ്പോൾ. അതുകൊണ്ട് തന്നെ അവൾ അതിനെ എതിരൊന്നും പറഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആദിയുടെ വണ്ടി സാമാന്യം വലിപ്പമുള്ള ഒരു റെസ്റ്റോറൻറ്റ് മുൻപിൽ ചെന്ന് നിന്നു. അവൻ അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദ്യം ചെയ്തത് കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങുവാനായി ബന്ധപ്പെടുന്ന ദേവികയുടെ കയ്യിൽ നിന്നും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഏറ്റുവാങ്ങുക എന്നതായിരുന്നു. വാ വേഗം. തത്തയും തോളിലിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നവൻ പിന്നിൽ വരുന്നവൾക്ക് നിർദ്ദേശം നൽകി. കൈ കഴുകിയിരുന്ന് ഓർഡർ കൊടുത്തതും ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് ടേബിളിന് പുറത്തെത്തിയിരുന്നു. കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് അവൾക്കുള്ള ഭക്ഷണം ആദ്യം തന്നെ വാരിക്കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് ബില്ലും പേ ചെയ്ത് പുറത്തേക്കിറങ്ങിയതും തത്തമ്മ വീണ്ടും അടുത്ത ഒരു ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാരണം പറഞ്ഞ് മഹർഷി വീണ്ടും ദേവികയെ മുന്നിലെ സീറ്റിൽ തന്നെ പിടിച്ചിരുത്തി. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെയും വെച്ചു കൊടുത്തു. കാവുമ്പാട്ടെ വീട്ടിലേക്ക് വണ്ടി പായിക്കുമ്പോൾ സുധിക്ക് നൽകേണ്ട ശിക്ഷ എന്നായിരിക്കണം എന്ന തീരുമാനത്തിൽ ദേവികയെ ഉമ്മറത്തു നിന്നുള്ള വിശ്വത്തിൻ്റെ വിളി കേട്ടപ്പോഴാണ് ദേവിക അടുക്കളയിൽ നിന്നും അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. സർ. വന്നത് വിശ്വംഭരനാണെന്ന് മനസ്സിലായതും അവൾ ഇടുപ്പിൽ പൊക്കി കുത്തിവെച്ചിരിക്കുന്ന നൈറ്റി അഴിച്ച് താഴ്ത്തിയിട്ടുകൊണ്ട് ഭവ്യതയോടെ അയാളുടെ മുൻപിൽ ചെന്ന് നിന്നു. ഇനി ആ വിളി മാറ്റാൻ സമയമായില്ലേ മോളെ?
വിശ്വം കളിയായി ചോദിച്ചു. സോറി അച്ഛേ, അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ടാ. അവൾ മെല്ലെ പറഞ്ഞുകൊണ്ട് നാവ് കടിച്ചു. സാരമില്ല, പതിയെ ശീലിക്കണം കേട്ടോ. ചിരിച്ചുകൊണ്ട് ഗസ്റ്റ് ഹൗസിനത്തിൻ്റെ ഉമ്മറത്ത് കിടന്ന ഒരു കസേരയിലേക്ക് അയാൾ ഇരുന്നു. ഞാൻ വന്നത് ഒരത്യാവശ്യ കാര്യം മോളോട് ചോദിക്കാനാണ്. യാതൊരു മുഖപുരയും കൂടാതെ അയാൾ വിഷയത്തിലേക്ക് കടക്കുവാനായി ശ്രമിച്ചു. എന്താ അച്ഛേ? അയാളുടെ ശബ്ദത്തിലെ ഗൗരവം തിരിച്ചറിഞ്ഞതും വിശ്വത്തിൻ്റെ മുഖത്തേക്ക് അവൾ സംശയത്തോടെ ഉറ്റുനോക്കി. മോൾക്ക് എൻ്റെ ആദ്യമായിട്ടുള്ള കല്യാണത്തിന് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ? മകൻ്റെ ജീവിതത്തിൽ ഇനിയൊരു സങ്കടങ്ങളും ഉണ്ടാവരുതെന്ന് അയാളുടെ അച്ഛൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഇല്ല അച്ഛേ. അവളും മെല്ലെ തല കുനിച്ചു പിടിച്ചു. മോള് പേടിക്കണ്ട. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണോ ഈ ബന്ധത്തിന് സമ്മതിച്ചതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു പോയതാ. പണ്ടെൻ്റെ സ്വാർത്ഥതയിൽ തകർന്നു പോയതാ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം. ഇനിയെങ്കിലും അവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എന്നൊരാഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. പഴയകാല ഓർമ്മകളിൽ മനസ്സൊന്ന് പൊള്ളിപ്പോയതുകൊണ്ടാവാം വിശ്വം നെഞ്ചൊന്ന് തിരുമ്മിയത്. എനിക്കറിയാം അച്ഛേ, ദേവിക വല്ലായ്മയോടെ അറിയിച്ചു. ആ, മോളോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് തോന്നി, അതാ വന്നത്. അയാൾ മെല്ലെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഉമ്മറപ്പടികൾ ഇറങ്ങുവാനായി തുടങ്ങി. ആ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. മുറ്റത്തേക്കിറങ്ങിയ വിശ്വം പൊടുന്നനെ എന്തോ ആലോചിച്ചുകൊണ്ട് ഉമ്മറത്ത് നിൽക്കുന്ന ദേവികയുടെ നേരെ തിരിഞ്ഞു. എന്താ അച്ഛേ? അവള് പടികൾക്കരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് തിരക്കി. ഒരാഴ്ച കൂടിയേ ഇനി സ്കൂൾ തുറപ്പിനുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് മോളിനി അങ്ങോട്ടേക്ക് പോയാൽ മതി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ബഹുജനം പലവിധ എന്നല്ലേ. കാര്യം നമ്മുടെ സ്കൂളാണെങ്കിലും ചിലരുടെ ഒന്നും വായ പൂട്ടാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. വിശ്വം ചിരിയോടുകൂടിയാണ് പറഞ്ഞുവെങ്കിലും അതിന് പിന്നിലുള്ള കരുതൽ ദേവികയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. തൻ്റെ ഈ ആദ്യസാറിൻ്റെയും കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ സ്കൂളിൽ പാട്ടായിട്ടുണ്ടാവും. അവിടുന്ന് ഇവിടുന്നുമൊക്കെ ചോദ്യങ്ങളും ഉണ്ടാവും. അതൊന്നും നേരിടാനുള്ള ആവത് തനിക്കിപ്പോൾ ഇല്ല. ശരി അച്ഛേ. ദേവിക സമ്മതത്തോടുകൂടി തലയാട്ടി കാട്ടിയതും അയാൾ ഒരു ചിരിയോടെ തറവാട്ട് വീട്ടിലേക്ക് നടന്നു. അമ്മയ്ക്കേലും ആതിരയോടൊന്ന് പറയരുതോ? ഇതിപ്പോൾ ജോലി ചെയ്ത് ഞാൻ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാവുമെന്നാ തോന്നുന്നേ. സിങ്കിനുള്ളിൽ കുന്നുകൂടി കിടക്കുന്ന പാത്രങ്ങൾ കണ്ടതും ദിവ്യയ്ക്ക് വിറഞ്ഞു കയറി. നീ കണ്ടതല്ലേ അവളുടെ ചാടിക്കടിക്കുന്ന പോലെയുള്ള സംസാരം? കാര്യം എൻ്റെ മോനാണേലും വിഷ്ണുവിനിപ്പോൾ അവൾ പറയുന്നതാണ് വേദവാക്യം. അതുമല്ല, അവൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാ നീയും ഞാനുമൊക്കെ ഇവിടെ നിന്ന് ഉരുട്ടി തിന്നുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്കാണേൽ നമുക്കിവിടെ നിൽക്കാം. വിലാസിനിയും മകളെ കൈയഴിഞ്ഞതുപോലെ സംസാരിച്ചു. എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇതിപ്പോൾ വന്നു കയറിയവളുടെ ആട്ടും തുപ്പും കേട്ട് കിടക്കേണ്ട അവസ്ഥയായി. സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളോട് അവൾ തൻ്റെ ദേഷ്യം തീർക്കുവാനായി തുടങ്ങി. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ പറഞ്ഞതിലും കാര്യമുണ്ട് ദിവ്യേ. നീയും അതൊക്കെ തന്നെയല്ലേ നിന്റെ കെട്ടിയവൻ്റെ വീട്ടിൽ ചെയ്തു കൂട്ടിയത്. അങ്ങനെയുള്ള നിനക്ക് ആതിരെ കുറ്റം പറയാൻ യാതൊരു അവകാശവും ഇല്ല. മകളുടെ സംസാരം അലസരപ്പെടുത്തിയതും വിലാസിനി കൂട്ടിച്ചേർത്തു. ഓഹോ, അപ്പോൾ ഞാനിവിടെ വന്നു നിൽക്കുന്നത് അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടായല്ലേ? മോൻ്റെ ചിലവിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഈ കൂറുമാറ്റം. എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവളാണല്ലോ. പെറ്റ തള്ളയ്ക്ക് അതുകൊണ്ടായിരിക്കും ഈ വേർവ്യത്യാസം. പിറുപിറുത്തുകൊണ്ട് പാത്രങ്ങൾ കഴുകി ഒച്ചയോടെ സ്റ്റീൽ ബാസ്ക്കറ്റിലേക്ക് പെറുക്കിയിടുന്നവളെ ഒട്ടൊരു നിർവീഴ്പ്പോടുകൂടി അവർ നോക്കി. തെളിവുകളും സാക്ഷിമൊഴികളും സത്യമാണെന്ന് കോടതിക്ക് ബോധ്യമായതിനാൽ പ്രതി തെക്കേതിൽ വീട്ടിൽ സുധീഷ് കുമാറിന് 3 വർഷത്തെ കഠിന തടവ് വിധിച്ചിരിക്കുന്നു. വിനയ് വാട്സപ്പിൽ അയച്ചു കൊടുത്ത കോർട്ട് തീർപ്പിൻ്റെ കോപ്പിയുടെ ഉള്ളടക്കം വായിച്ചതും ആദിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയിരുന്നു. മോളെ, കാവുമ്പാട്ടെ ഗസ്റ്റ് ഹൗസ് വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഇരിക്കുമ്പോൾ ദേവികയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നറിയാതെ കുമാരി വല്ലാതെ പരവേശപ്പെട്ടു. ഉള്ളിൽ കുറ്റബോധത്തിൻ്റെ ഒരു നെരിപ്പോട് ആളിക്കത്തുന്നത് കൊണ്ടാവാം ദേവികയുടെ മുൻപിൽ ചെന്ന് നിൽക്കുവാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കാരണം തൻ്റെ മകൻ അവൻ്റെ ഭാര്യയോടും തൻ്റെ കൊച്ചുമകളോടും ചെയ്ത തെറ്റിൻ്റെ ആഴം അവർക്ക് പൊറുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് സുഖാണോ? അകത്തു നിന്നും പുഞ്ചിരിയോടെ അപ്പോഴങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന ദേവിക ഒരു ഗ്ലാസ് ചായ നീട്ടി അവരുടെ നേർക്ക് നീട്ടി. സുഖം. അത് കയ്യിൽ വാങ്ങുമ്പോൾ അവരാ പെണ്ണിനെ കുറ്റബോധത്തോടെ ഒന്ന് നോക്കിപ്പോയി.
പഴയതൊന്നും മനസ്സിൽ വയ്ക്കാത്ത രീതിയിലായിരുന്നു തന്നോടുള്ള അവളുടെ സംസാരമാണ് കുമാരി വേദനയോടെ ശ്രദ്ധിച്ചത്. പൊറുക്കണേ എന്ന് പറയാൻ പോലുള്ള അർഹത എനിക്കില്ല മോളെ. എന്നാലും ചോദിക്കുക, ഈ അമ്മയോട് നീ ക്ഷമിക്കില്ലേ മോളെ? കയ്യിലിരുന്ന ചായ സോപാന പടിയിലേക്ക് വെച്ചിട്ട് അവരാ പെണ്ണിൻ്റെ മുൻപിലിരുന്ന് കൈകൾ കൂപ്പിക്കാട്ടി അതീവ സങ്കടത്തോടെ. വേണ്ടമ്മേ, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. ഇനി അതൊന്നും ഓർക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ നിർവികാരതയോടെയായിരുന്നു ദേവികി അത് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത്. ആർക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റുകളാ ഞാൻ നിന്നോട് ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ കൂടെ ആരുമില്ലാണ്ട് ഒറ്റയ്ക്കായി പോയപ്പോഴാ എനിക്കതെല്ലാം മനസ്സിലായത്. അന്ന് നീയും മോളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ അന്നത് ഞാൻ ചെയ്തില്ല. അതുകൊണ്ടാണ് മോൾക്കിതൊക്കെ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നേ. കുമാരി ഒരു തരത്തിൽ പറഞ്ഞാൽ പദം പറഞ്ഞ് കരയുകയായിരുന്നു. ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ അക്കമിട്ട് ദേവികയ്ക്ക് മുമ്പിൽ നിരത്തുമ്പോൾ അവർ വാവിട്ട് നിലവിളിച്ചു പോയി. അമ്മ കരയണ്ട, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. എത്രയൊക്കെ ക്രൂരതകൾ തന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും കുമാരിയുടെ കണ്ണുനീർ കണ്ടു നിൽക്കുവാൻ ദേവികയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. നീ നല്ലവളാ ദേവികെ. അതുകൊണ്ടാ ഇത്രയൊക്കെ ദുഷ്ടതകൾ ഞാൻ നിന്നോട് ചെയ്തു കൂട്ടിയിട്ടും നിനക്ക് എന്നോട് ക്ഷമിക്കുവാൻ പറ്റുന്നത്. കുമാരി ഏങ്ങലടിച്ചു. അമ്മയാ ചായ എടുത്തു കുടിക്ക്, അത് തണുത്തിട്ടുണ്ടാവും. ദേവിക വിഷയം മാറ്റുവാനായി പറഞ്ഞു. കാരണം ആ സംസാരം തുടർന്നു കൊണ്ടുപോകുവാൻ അവൾ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവർ സെറ്റിൻ്റെ കോന്തല കൊണ്ട് കണ്ണും മുഖവും തുടച്ചു. ശേഷം സോപാനപ്പടിയിൽ വെച്ച ചായ എടുത്ത് മെല്ലെ ഊതി കുടിക്കുവാനായി തുടങ്ങി. നന്ദിയുണ്ട് മോളെ, എന്നെ ഇങ്ങനെ കേൾക്കാനെങ്കിലും നീ മനസ്സ് കാട്ടിയല്ലോ. കാലിയായ ഗ്ലാസ് വീണ്ടും പടിയിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അവരവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു. ശേഷം ധൃതിയിൽ സോപാനപ്പടിയുടെ മുകളിൽ വെച്ചിരിക്കുന്ന സ്വന്തം പേഴ്സ് കയ്യിലേക്ക് എടുത്തു. അമ്മ പോവുകയാണോ? അവരുടെ തിടുക്കത്തോടെയുള്ള ഭാവം കണ്ടപ്പോഴേക്കും ദേവിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പോണം മോളെ, പോവാതെ പറ്റില്ലല്ലോ. ഞാൻ ചെന്നില്ലെങ്കിൽ പശു ആടും ഒക്കെ പട്ടിണിയാവും. അതുങ്ങൾ പട്ടിണിയായാൽ എൻ്റെ കഞ്ഞിയോടി മുട്ടും. ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കണ്ടേ ദേവികയെ? ഉള്ളിലെ വേദന മറച്ചു പിടിച്ചുകൊണ്ട് അവർ പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു. എന്തേലും കഴിച്ചിട്ട്? ദേവിക ചോദിക്കുന്നതിന് മുൻപേ തന്നെ കുമാരി ഉമ്മറപ്പടികളിലേക്ക് കാലുകൾ നീക്കിയിരുന്നു. ഒന്നും വേണ്ട ദേവികെ, ചായ കുടിച്ചില്ലേ, അത് തന്നെ മതി. തത്തമ്മളോട് ഞാൻ പറഞ്ഞിട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പോയെന്നുള്ള കാര്യം നീ തന്നെ അവൾ വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. നിറയാറായ കണ്ണുകളെ സാരി കൊണ്ട് ഒരു വട്ടം കൂടി അവർ തുടച്ചു കളഞ്ഞു. ശേഷം കാവുമ്പാട്ടെ തറവാട്ട് വീട്ടിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. കുഞ്ഞിപ്പെണ്ണെ ദൂരെ നിന്നെങ്കിലും ഒരു വട്ടം കാണുമെന്നുള്ള പ്രതീക്ഷയോടെ വന്നു കയറിയപ്പോൾ ഒന്ന് കണ്ടതാണ് തത്തമ്മയെ. അടുത്തേക്ക് വിളിച്ചപ്പോൾ അവൾ ആദ്യം വന്നില്ല. പിന്നീട് ദേവിക നിർബന്ധിച്ചപ്പോഴാണ് മനസ്സില്ലാ മനസ്സോടെ ആ കുഞ്ഞ് തൻ്റെ അടുത്ത് ഒന്ന് വന്ന് നിന്നത് തന്നെ. പിന്നെ ആരോ വിളിച്ചപ്പോൾ കാവുമ്പാട്ടെ തറവാട്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനെ കുറ്റം പറയാൻ പറ്റുകയല്ലോ. ഒരിക്കൽ പോലും അതിനോട് താൻ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല, പുന്നാരിച്ചിട്ടില്ല, മോളെ ഒന്നൊന്ന് വിളിച്ചിട്ടില്ല. സ്വന്തം മകൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ച് അവളെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. പിന്നെങ്ങനെ ആ കുഞ്ഞിനോട് അതിൻ്റെ അച്ചമ്മയ്ക്ക് സ്നേഹം ഉണ്ടാവും? പിന്നെങ്ങനെ ആ കുഞ്ഞിന് അതിൻ്റെ അച്ചമ്മയോട് സ്നേഹം ഉണ്ടാവും? ദേവികയുടെ യാത്ര പറഞ്ഞിട്ട് ആ വീടിൻ്റെ ഗേറ്റും കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല പ്രാവശ്യം അവർ ആ ഗസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് പിന്തിരിഞ്ഞ് നോക്കി. അവിടെ അപ്പോഴും ഉമ്മറത്തെ ഉരുളൻ തൂണുകളിൽ ചാരി ദേവിക നിൽപ്പുണ്ടായിരുന്നുവെന്നത് അവരെ വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിച്ചു. കുപ്പയിലെ മാണിക്യമായിരുന്നവൾ. താനും തൻ്റെ മകനും അത് തിരിച്ചറിയാതെ പോയി. മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അവർ നൊമ്പരത്തോടെ ഓർത്തത് ദേവികയെക്കുറിച്ച് മാത്രമായിരുന്നു. എന്തേ, അവരുടെ കൂടെ പോകാൻ തോന്നുന്നുണ്ടോ? പൊടുന്നനെ അങ്ങോട്ടെത്തിയ ആദിയുടെ കലിപ്പോടെയുള്ള ചോദ്യമാണ് ദേവികയെ ഗേറ്റിങ്കലിൽ നിന്നുള്ള നോട്ടം പിൻവലിക്കാൻ പ്രേരിപ്പിച്ചത്. അവർ വന്നപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ പറയുവാനായി തുടങ്ങിയവൾ അത് പാതിയിൽ ഉപേക്ഷിച്ച് ഉരുളൻ തൂണിൽ തെരുപ്പിടിച്ചു നിന്നു. കാരണം സുധിയുടെ അമ്മ ഈ വീട്ടിൽ തന്നെയും കുഞ്ഞിനെയും കാണുവാനായി വന്നത് ആദിക്ക് ഒട്ടും പിടിച്ചിട്ടില്ലെന്നത്
അവൻ്റെ ആ നോട്ടത്തിൽ നിന്ന് തന്നെ ദേവിക മനസ്സിലാക്കിയിരുന്നു. അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. അവരുടെ കണ്ണും കണ്ണുനീരും കണ്ടപ്പോൾ കൂടെ പോകാൻ തോന്നുന്നുണ്ടോ എന്ന്. അവൻ അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് കയറി ചെന്നു. ദേവിക ഒന്നും പറഞ്ഞില്ല. പകരം കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ തലകുനിച്ച് നിന്നു. പോകുന്നെങ്കിൽ പൊയ്ക്കോണം. ആരും ഇവിടെ ആരെയും ബലമായിട്ട് പിടിച്ചു വെച്ചിട്ടില്ല. ഉമ്മറത്തെ കസേരയിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരിക്കുന്നവൻ്റെ പൊടുന്നനെയുള്ള ഈ ദേഷ്യത്തോടെയുള്ള സംസാരത്തിൽ അവളൊന്ന് പതറിപ്പോയി. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. ആ പിന്നെ പോകുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം. എൻ്റെ കൊച്ചിനെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല. അത്രയും പറഞ്ഞിട്ട് അവൻ ആ കസേരയിൽ നിന്നും പൊടുന്നനെ എഴുന്നേറ്റു. എന്നിട്ട് ദേവികയെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് അവിടെ നിന്നും ചാടിത്തുള്ളി പടികൾ ഇറങ്ങി. ഞാനിപ്പോൾ എന്ത് തെറ്റ് ചെയ്യട്ടെ ഇത്രയും ദേഷ്യം? ഞാൻ എന്തിനാ അവരുടെ കൂടെ പോണേ? ഓടിച്ചെന്ന് ആദിയുടെ വഴി മുടക്കി മുന്നിൽ കയറി നിന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം ദേവികയുടെ ഉള്ളിലും മുള പൊട്ടിയിരുന്നു. എനിക്കെങ്ങനെ അറിയാനാ? പെണ്ണിന് മുഖം കൊടുക്കാതെ അവൻ വേറെങ്ങോട്ടേക്കോ നോട്ടം പായിച്ചു പരിഭവത്തോടെ. സാറ് പറയണം, ഞാൻ എന്തിനാ അവരുടെ കൂടെ പോണത്? എന്തർത്ഥത്തിലാ സാറ് പറഞ്ഞ് ഞാൻ പോകുമെന്ന്? എപ്പോഴും ചേർത്ത് പിടിക്കുന്നവൻ, തൻ്റെ സങ്കടങ്ങളിൽ കൂട്ടാവുന്നവൻ, ഒരിക്കലും മുഖം കറുപ്പിച്ച് സംസാരിക്കാത്തവൻ ആദ്യമായി തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടമായിരുന്നു അവളിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അവർ പോകുന്നത് നോക്കൊണ്ട് കീറ്റിക്കൊണ്ട് നിന്നത് പിന്നെ നീയല്ലാതെ ഞാനായിരുന്നോടി? ആദ്യ പെണ്ണിനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവർ വന്നത് ഇഷ്ടമായില്ല എന്തുകൊണ്ടാണോ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ആദ്യമായി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ദയനീയമായി പെണ്ണ് ചോദിച്ചു. ഹോ, ഇപ്പോഴെങ്കിലും ആ തലയിലോട്ട് അങ്ങത് കയറിയല്ലോ, ഭാഗ്യം. പറഞ്ഞിട്ട് അവളെയും കടന്ന് വേഗത്തിൽ തറവാട്ടിൻ്റെ പടികൾ കയറിപ്പോയവൻ. ഞാൻ കരഞ്ഞിരുന്നോ? അവൻ പോയ വഴിയെ നോക്കി ദേവിക ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവിടെ ഒരു കീറ്റിച്ച. ആദ്യം ആ തള്ളയെ വീട്ടിൽ കയറ്റി അവക്കടെ മുഖം അടച്ചൊന്നു കൊടുക്കുമായിരുന്നു വേണ്ടത്. അതും പോരാഞ്ഞിട്ട് ചായ സൽക്കാരം നടത്തിയേക്കുന്നു. ആ പെണ്ണും പിള്ള ഇച്ചിരി നേരം കൂടി നിന്ന് അവിടെ കൈയും കാലും പിടിച്ചൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ അവളങ്ങ് ആ തള്ളയുടെ കൂടെ ഇറങ്ങിപ്പോയേനെ. ഇതിപ്പോൾ ഞാനാരായി? അതേസമയം കുമാരിയുടെ ഇങ്ങോട്ടേക്കുള്ള വരവ് ഒട്ടും ഇഷ്ടപ്പെടാത്തവൻ ദേഷ്യത്തോടെ എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി ചെന്നത്. ഹാളിലിരുന്ന് ഫ്രൂട്ടിയുടെ കൂടെ കളിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് നടന്ന ആദിയുടെ മനസ്സിൽ ദേവിയോടുള്ള ദേഷ്യവും പിണക്കവും സങ്കടവും ഒരുപോലെ മുളച്ചു പൊന്തി. മർഷി. കട്ടിലിൽ കിടക്കുന്നവൻ്റെ നെഞ്ചിന് മുകളിൽ തല വെച്ചുകൊണ്ട് കിടന്ന തത്തമ്മ ആദിയുടെ ഇതുവരെ കാണാത്ത ഭാവം കണ്ട് തട്ടി വിളിച്ചു. ആ. അവളെ ഒരു വട്ടം കൂടി നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആദിയൊന്ന് മൂളിക്കേട്ടി. എന്തു പറ്റി മർഷി? തൻ്റെ കുഞ്ഞു കൈകൊണ്ട് അവൻ്റെ കവിളിൽ തൂത്തു കൊടുത്തുകൊണ്ട് പെണ്ണ് ചോദിച്ചു. ഒന്നുമില്ല എൻ്റെ തത്തമ്മേ. അവളുടെ അമ്മയോടുള്ള ആ നേർത്ത പരിഭവം ആ കുഞ്ഞിന് മുൻപിൽ വെളിപ്പെടുത്തുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്താ എന്നെ നോക്കി ചിരിക്കാത്തേ? കുഞ്ഞിപ്പെണ്ണ് ചുണ്ടുകൾ പുറത്തേക്ക് ഉന്തി പിടിച്ചു. അത് മർഷിക്ക് ഉറക്കം വന്നിട്ടല്ലേ കുഞ്ഞാപ്പി? അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരു വട്ടം കൂടി കുഞ്ഞിനെ അവൻ ഇറുക്കപ്പുണർന്നു. ആദിയുടെ നെഞ്ചിൽ കിടന്ന് കുഞ്ഞിപ്പെണ്ണ് മെല്ലെ കണ്ണുകൾ പൂട്ടി. പക്ഷേ അവളെ തട്ടിയുറക്കി കൊടുത്തിരുന്നവൻ്റെ മനസ്സിൽ അപ്പോഴും ദേവികയോട് ഉള്ള എന്തിനു വേണ്ടിയെന്നറിയാത്ത പിണക്കമായിരുന്നു. ദേവികയോടുള്ള പരിഭവങ്ങളായിരുന്നു. അവൾ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോയില്ലെന്നറിയാം. സുധിയോടൊപ്പവും ഇനിയൊരു ജീവിതം അവൾക്കുണ്ടാവില്ലെന്നും അറിയാം. ഈ കുരുന്നിനെ തന്നിൽ നിന്നും ആ പാവ അകറ്റി നിർത്തില്ലെന്നും അറിയാം. പക്ഷേ സുധിയുടെ അമ്മയുടെ കാവുമ്പാട്ടേക്കുള്ള വരവ് അവനിൽ ഇതുവരെ ഇല്ലാത്ത ഉത്കണ്ഠ നിറച്ചു. അതെ, അത് കാവുമ്പാട്ടെ ആദിദേവൻ്റെ സ്വാർത്ഥത മാത്രമായിരുന്നു. അവൻ്റേതെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന ആ രണ്ട് പ്രാണനുകൾക്കും മേലുള്ള മഹർഷിയുടെ സ്നേഹക്കൂടുതലായിരുന്നു.